അപ്പോൾ ഈ ഒരു മനുഷ്യൻ ഇണയെ തേടി ഒരാളിന് പോകുന്നു, ആ ആളിനോടുള്ള താല്പര്യം കുറയുമ്പോൾ അടുത്ത ആളിനോട് സഞ്ചരിക്കുന്ന നിലയിലുള്ള സ്വാഭാവിക നിലയിലാണ് ജീവിക്കുന്നത്. രണ്ടുപേര് തമ്മിലുണ്ടാക്കുന്ന കരാറ് പ്രകാരമാണ് ജീവിക്കേണ്ടത്. ആ രണ്ടുപേര് തമ്മിലുള്ള കരാറിനകത്ത് അവര് ഒന്നിച്ച് ജീവിക്കുന്ന സമയത്ത് അവർക്ക് തമ്മിൽ ചേർന്ന് ജീവിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പിരിയുക എന്നുള്ളത് മാത്രമാണ്. അത് ലോകത്ത് ഏത് കരാറിനും ബാധകമാണ്. അത് ആ ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നതിനപ്പുറം ഞാൻ ഇങ്ങനെ അതിനെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് എനിക്ക് ഒരു ഇണയോട് താല്പര്യം തോന്നുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ലൈംഗിക ത്വരയായിരിക്കും, അല്ലെങ്കിൽ ലൈംഗികതയുള്ള ആഗ്രഹമായിരിക്കാം ആ ഇണയെ തേടി പോകാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ആ ആഗ്രഹം ആ ഇണയോട് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറ്റൊരു ഇണയെ തേടി പോകാൻ തോന്നുന്നു. അവരുടെ കൺസെന്റോ അനുവാദവും ഇല്ലാതെ ഞാൻ വേറൊരു ഇണയെ അങ്ങനെ പറ്റത്തില്ല. കരാറാണ് അത്. ഇയാൾ ഈ ലൈംഗിക ബന്ധത്തിൽ മാത്രമുള്ളതല്ല കരാറ്. കരാറ് രണ്ടുപേര് തമ്മിലാണ്. അതുകൊണ്ടാണ് കരാറ് പ്രകാരം ഇണയെ ഇയാൾ തെരഞ്ഞെടുക്കാൻ അനുവദിക്കാത്ത സമൂഹമാണ് ഇത്. തൻ്റെ വീട്ടുകാരും നാട്ടുകാരും കൂടെ ആണ് അത് തീരുമാനിക്കുന്നത്. വിവാഹം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലല്ല. എന്നല്ല, ഈ ലോകത്ത് വിവാഹം കണ്ടുപിടിച്ച കാലം തൊട്ട് വിവാഹം രണ്ട് വ്യക്തികൾ തമ്മിലല്ല, രണ്ട് കുടുംബങ്ങൾ തമ്മിൽ, രണ്ട് ഗോത്രങ്ങൾ തമ്മിലാണ്. അത് അതൊക്കെയാണ് ഇത് പഠിക്കേണ്ടത്. അല്ലാതെ വ്യക്തികൾ തിരഞ്ഞെടുക്കുന്നത് ഗോത്രകാലത്ത് മാത്രമായിരുന്നു. ഈ തട്ട് സമൂഹത്തിനകത്ത് അങ്ങനെ എടുക്കാൻ ഒക്കത്തില്ല. സങ്കരവർഗം ഉണ്ടായി പോകുമെന്ന് പറഞ്ഞിട്ട് ഭഗവത്ഗീതയിൽ എഴുതിയിട്ടുണ്ട്. സങ്കരവർഗം ഉണ്ടാകുന്നത് മനുഷ്യർ ഒരു ഒറ്റ കുലമാണെന്നൊക്കെ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുണ്ട് ശാസ്ത്രീയമായിട്ട്. പക്ഷേ വ്യത്യസ്തതകളുണ്ട് പലതരത്തിൽ. എങ്ങനെയാണ് നമ്മൾ പിരിഞ്ഞ് പലതായെന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ വേറെ ആളുകൾക്ക് ഉപയോഗകരമായ രീതിയിൽ നിങ്ങൾ ചേർന്നാൽ മതി എന്ന് കണ്ടെത്തി പുരുഷന്മാരെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ലക്ഷക്കണക്കിന് ബീജമുള്ള വ്യക്തിയാണ് പുരുഷൻ. പുരുഷൻ ഒരിക്കലും എണ്ണ ചേരുകയല്ലാതെ കുഞ്ഞുങ്ങളെ നോക്കത്തില്ല, ആവശ്യവുമില്ല. അങ്ങനെ തന്നെ മനസ്സിലാക്കണം. കുഞ്ഞിനെ അത് ഞാൻ ഒരു സംഘമായ ഗോത്രത്തിനകത്താണ് ഒരു സ്ത്രീ ഉള്ളത്. കമ്മ്യൂൺ എന്ന് പറയുന്ന ഒരു ആശയമാണ്. കമ്മ്യൂൺ അല്ല, അത് ഗോത്രം എന്ന് പറയാം. ഇയാൾക്ക് ഇത് ഞാൻ പറഞ്ഞില്ല, ഇയാൾ ഈ കമ്മ്യൂൺ എന്നൊക്കെ പറയുന്നത് ഈ കാലത്ത് അല്ല. അതുകൊണ്ടാണ് കമ്മ്യൂൺ എന്നൊക്കെ പറയുന്ന വാക്കൊക്കെ വരുന്നത് ഈ സംഘജീവികളായിട്ടല്ല, തട്ട് സമൂഹത്തിനകത്ത് മാറ്റണമെന്ന് ആഗ്രഹിച്ചവരുണ്ടാക്കിയതാണ്. അതല്ല നമ്മൾ പറയുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗോത്രം കാട്ടി ചെല്ലുമ്പോൾ ഒരു സംഘം ജീവികൾ ഒന്നിച്ചൊരിടത്ത് കഴിയുന്നു. അത് കമ്മ്യൂണല്ല, ഗോത്രത്തിനെയാണ്. നമ്മളിപ്പോൾ ഒരു കൂട്ടം കുരങ്ങ്, ഒരു കൂട്ടം സിംഹം, ഒരു കൂട്ടം മാന്, ഇതൊക്കെ കമ്മ്യൂൺ എന്നുള്ള സാധനമല്ല. അവർക്ക് മറ്റൊരാളിനോട് എന്ത് പ്രതിബദ്ധതയാണ് അവിടെ ഉള്ളത്? പ്രതിബദ്ധത ആവശ്യം ഇന്ന് നമ്മൾ ഈ കാണുന്ന പ്രതിബദ്ധതയൊന്നും അങ്ങനെ ആവശ്യമില്ല. മനുഷ്യന് സ്വാഭാവികമായിട്ടുള്ള ഒരു അസൂയ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോട് തോന്നാവുന്ന കുശും, ഇതൊക്കെ മനുഷ്യന് ചിലപ്പോൾ ജനറ്റിക്കലാണ്. അതായത് അവൻ ആഗ്രഹിച്ചിട്ട് കിട്ടുന്നത് തന്നെയാണെന്നുള്ളതാണ്. നമ്മൾ ഗോത്രം തകരത്തില്ല. ഗോത്രത്തിനകത്ത് അത് ഇയാൾ ഗോത്രത്തിനെ പറ്റി ഇയാൾ ഇതുവരെ പഠിച്ചിട്ടില്ല. ഞാൻ പറയുമ്പോൾ മാത്രം ഇയാൾ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് ഇയാൾക്ക് അത് അറിഞ്ഞൂടാത്തത്. രക്തബന്ധത്തിലുള്ളവർ തമ്മിലാണ് ഒന്നിച്ച് കഴിയുന്നത്. അപ്പം ഈ ഗോത്രത്തിലുള്ളവർ വേറൊരു ഗോത്രത്തിലുള്ള ആണും പെണ്ണും തമ്മിലാണ് ഞാൻ ഇഷ്ടപ്പെടാറുള്ളത്. 90% അങ്ങനെ ആയിരിക്കും. അപ്പം ഈ ഗോത്രത്തിൽ തന്നെ വ്യത്യസ്തരായ ആൾക്കാരുണ്ടാകുന്ന ഒരു ഗ്രൂപ്പിനകത്തുനിന്ന് വേറൊരു, അപ്പം മറ്റൊരു ഗോത്രത്തിലെ സ്ത്രീ അവർക്ക് ഇഷ്ടം തോന്നുന്ന പുരുഷനോടൊപ്പം പോരുന്ന സമയത്ത് ഈ ഗോത്രത്തിനകത്ത് അവരങ്ങ് ചേരും. ഇങ്ങനെയാണ്. അപ്പോൾ ഗോത്രം മാറുന്നത് സ്ത്രീകൾ മാത്രമായിരുന്നു ആദ്യകാലത്ത്. പുരുഷന്മാർ മാറത്തില്ല, മറന്നു വരും. ഇതൊക്കെ വളരെ ശ്രദ്ധിച്ചറിയേണ്ട തലമാണ്. പുരുഷന്മാർ ഒരിക്കലും മറ്റൊരു ഗോത്രത്തിനകത്ത്, കാരണം ഈ പുരുഷന്മാർ തമ്മിലാണ് ബലപ്രയോഗം നടത്തി സ്ത്രീകളുടെ മുന്നിലെ ഞാൻ കൊള്ളാവുന്ന ആളാണെന്ന് നിൽക്കേണ്ട ആവശ്യമുള്ളത്. ബാക്കി എല്ലാ ജീവികളിലും നോക്കി ഇയാൾക്കത് കാണാൻ പറ്റും. നമ്മളും അങ്ങനെ തന്നെയാണ്. ഇതുകൊണ്ടാണ് നമ്മൾ രണ്ടുപേരുടെ റോഡിൽ ഇറങ്ങി നിന്ന ഈ സ്ത്രീകൾ വരാത്തത്. കാരണം അവർക്ക് മുട്ട വളരെ പ്രഷ്യസായ ഒന്നാണ്. അത് കുറവാണ്, മാസം ഒന്നേ ഉള്ളൂ. ലക്ഷക്കണക്കിന് ബീജമുള്ള പുരുഷന്മാർ തമ്മിൽ സമരം ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ രണ്ടുപേരും ബലമുള്ളവരാകുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? പുരുഷന്മാരുടെ ബലം എന്ന് പറയുന്നത് അധ്വാനിക്കാനുള്ളതാണ്, കുടുംബം പുലർത്താനാണെന്ന് പറഞ്ഞിട്ടാണ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് നമ്മളെ. അപ്പം നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കി വരുന്നത്. ഇങ്ങനൊന്നും അല്ല ഇതൊന്നും ഉണ്ടായിട്ടുള്ളത്. പുരുഷന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുതി കൂട്ടത്തിൽ കൊള്ളാവുന്ന ആൾ അവിടെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ സ്ത്രീകൾക്ക് കൊള്ളാവുന്ന ആളാണ് അവർ തിരഞ്ഞെടുക്കും.